നമസ്കാരം. അങ്ങനെ അർജന്റീന ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. എന്തൊരു മികച്ച കളിയായിരുന്നു. ഫുട്ബോളിൻ്റെ എല്ലാ സൗന്ദര്യവും പ്രകടമായിരുന്ന ഒരു കളി. എൻ്റെ അഭിപ്രായത്തിൽ ഈ ലോകകപ്പിലെ അർജന്റീനയുടെ ഏറ്റവും മികച്ച കളി ഇന്നലത്തെ കളിയായിരുന്നു. 85-ാം മിനിറ്റിൽ ആണ് അർജന്റീന സ്കോർ ചെയ്യുന്നത്. അതുവരെ 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിട്ട് നിന്നതിന് ശേഷം അർജന്റീന സ്കോർ ചെയ്തു. അതും ഒരു ബുള്ളറ്റ് ഷോട്ട്. ഫെർണാണ്ടസിൻ്റെ ആ ഒരു ഗോള് ഉടനെ ഒന്നും ഫുട്ബോൾ പ്രേമികൾ മറക്കാൻ പോകുന്നില്ല. 100% ഉറപ്പാണ്. പിന്നെ പറയേണ്ടത് മെസ്സിയുടെ ആ ഒരു പോരാട്ട വീര്യം. അദ്ദേഹം ഗോളടിച്ചില്ല, പക്ഷേ ഒരു 10 ഗോളിന് തുല്യമായിട്ടുള്ള ഒരു കളിയാണ് അദ്ദേഹം ഇന്നലെ പുറത്തെടുത്തത്. 2 അസിസ്റ്റുകൾ, 94 ബോൾ ടച്ചുകൾ, 85% പ്രിസിഷനുള്ള പാസുകൾ. ഇങ്ങനെയൊരു കളിക്കാരൻ എനിക്ക് തോന്നുന്നു ഇനി ഉടനെ ഒന്നും ഈ ലോകത്തുണ്ടാവാൻ പോകുന്നില്ല. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഫുട്ബോൾ മാന്ത്രികൻ. അദ്ദേഹത്തെ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയായും എംബാപ്പയായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ എന്നുള്ളത് ഈ കമ്പയർ ചെയ്യുന്നവർ ഇനിയെങ്കിലും ചിന്തിക്കണം. അദ്ദേഹം വെറും ഒരു ഗോൾ സ്കോറർ മാത്രമല്ല, ഒരു യഥാർത്ഥ ഒരു പോരാളിയാണ്, ഒരു ഫൈറ്ററാണ്. എനിക്ക് അതായത് ഈജിപ്റ്റുമായിട്ടുള്ള കളിയിൽ 78 മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിൽ അർജന്റീന നിന്നപ്പോൾ പോലും എനിക്ക് വലിയ ടെൻഷനില്ലായിരുന്നു. കാരണം അത് അർജന്റീന തിരിച്ചു പിടിക്കും, കാരണം ഇത് മെസ്സിപ്പടയാണ്, അർജന്റീന ജയിച്ചിരിക്കും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. വലിയ ടെൻഷനില്ലായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്നലെ ചെറുതായിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം 85 മിനിറ്റ് വരെ അർജന്റീന പിന്നിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ബുള്ളറ്റ് ഷോട്ട് പോലെ ഫെർണാണ്ടസിൻ്റെ ആ ഗോള്. ഇതെല്ലാം ഒരു ടീം സ്പിരിറ്റിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതായത് തോറ്റു കൊടുക്കില്ല, നമ്മൾ ഇത്തവണ കപ്പും കൊണ്ടേ പോകൂ എന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ആ പോരാട്ട വീര്യത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അതായത് ഒരിക്കലും അവർക്ക് അവരുടെ മനസ്സും അടുത്ത് പോവില്ല, ഇനിയൊരു തിരിച്ചു വരവില്ല എന്നൊരു ചിന്ത, ആ ഒരു പുറകോട്ട് പോകുന്ന ഒരു മൈൻഡ് സെറ്റ് അവർക്കില്ല. ആ ഒരു ഊർജ്ജം അവർക്ക് കിട്ടുന്നത് മെസ്സി എന്ന മാന്ത്രികനിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, ഒരു സെക്കൻഡ് ഐഡിയലായിട്ട് ഗ്രൗണ്ടിൽ അദ്ദേഹം നിൽക്കില്ല. ഫുൾ ടൈം ഓണാണ്. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനാണെന്ന് ഓർക്കണം. അത് കാണുമ്പോൾ ഈ പിള്ളേർക്ക് പിന്നെ എങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റും? അവിടെയാണ് ഇവരുടെ പോരാട്ട വീര്യത്തിൻ്റെ ആ ഒരു സോഴ്സ് മെസ്സിയിൽ നിന്നാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇത്തവണ വീണ്ടും മെസ്സിപ്പട കപ്പും കൊണ്ടേ പോകൂ. അത് 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു കളി, ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ കാഴ്ചവെച്ച ആ കളി വീണ്ടും ആവർത്തിച്ചാൽ, സ്പെയിനിനെതിരെ ആവർത്തിച്ചാൽ, സ്പെയിനിന് അർജന്റീനയെ മറികടക്കാനാവില്ല. കാരണം ഇതൊരു വെറും ടീമല്ല, ഇത് ഒരു പടയാണ്, മെസ്സിപ്പട. വാമോസ് അർജന്റീന.